السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസം നമ്മൾ 138 വരെയുള്ള ആയത്തുകളാണ് കവർ ചെയ്തത്. ഇൻഷാല്ലാ ഇന്ന് 139 മുതൽ 141 വരെ അൽഹംദുലില്ലാ 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 നമ്മളുടെ ഒന്നാമത്തെ ജുസിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. അല്ലാഹുവേ, നിന്റെ തൗഫീഖോട് കൂടിയല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റൂലായിരുന്നു അല്ലേ. സുബ്ഹാനല്ലാഹ്, എല്ലാവരും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളോടെ കടന്നു വന്നിട്ട് തന്നെയാണ് ഈ ഒരു അല്ലെ ഇതൊരു എന്താ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു കല്ലാണ് നമ്മൾ എന്താണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് ഇനി മുന്നോട്ടും അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി നമുക്ക് ഇങ്ങനെ തന്നെ പോവാൻ പറ്റട്ടെ. ആമീൻ. അപ്പൊ ഇന്ന് നമുക്ക് 39 മുതൽ 41 വരെയുള്ള ആയത്തുകളിലും കൂടെ പോവാം. പെട്ടെന്ന് തീരും, ഒരുപാട് വിശദീകരണമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 139 ആയത്ത്. അതുഹാജൂനനാ ഫില്ലാഹ് വഹുവ റബ്ബുനാ വറബ്ബുക്കും വലനാ അഅ്മാലുക്കും വലക്കും അഅ്മാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. ചോദിക്കുക, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? അവൻ ഞങ്ങളുടെയും നിങ്ങളുടെയും നാഥനല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മഫലം, നിങ്ങൾക്ക് നിങ്ങളുടേതും. ഞങ്ങൾ ആത്മാർത്ഥമായും അവന് കീഴൊതുങ്ങിയവരാണ്. വാക്കർത്ഥം നോക്കാം. ഖുൽ പറയുക, അതുഹാജൂനന, സോറി ഇവിടെ റൂട്ട് ഞാൻ പേസ്റ്റ് ചെയ്തിട്ടില്ല, നോട്ട്സ് ഷെയർ ചെയ്യുമ്പോൾ ചെയ്യാം. ഹ ജീം ജീം. ഓക്കെ, തുഹാജൂനന, നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? ഫില്ല, അള്ളാഹുവിന്റെ കാര്യത്തിൽ. ഇവിടെ അതുഹാജൂനന എന്ന് പറയുമ്പോൾ ആ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്, ആണോ എന്നുള്ള ചോദ്യമാണ്. ന എന്താണ്, ഞങ്ങളോട്. തുഹാജൂൻ നിങ്ങൾ തർക്കിക്കുക. ഓക്കെ, ആ തുഹാജൂൻ നന. വഹുവ അവനായിരിക്കെ, റബ്ബുന ഞങ്ങളുടെ റബ്ബ്. ഇവിടെ ന ളമീർ മുത്തസിലാണ്. റബ്ബുന ഞങ്ങളുടെ റബ്ബ്, വറബ്ബുക്കും നിങ്ങളുടെ റബ്ബും. ഇവിടെ കും ളമീർ മുത്തസിലാണ്, നിങ്ങളുടെ എന്നുള്ള. വലന ഞങ്ങൾക്ക്, ഇവിടെ ന ളമീർ മുത്തസിലാണ്. വ അഅ്മാലുന ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലെ. അമലിന്റെ പ്ലൂറലാണ് അഅ്മാൽ. അഅ്മാലുന ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. വലക്കും നിങ്ങൾക്ക്, അഅ്മാലുക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഇവിടെ ഓരോ വാക്കിന്റെ കൂടെയും ദമ്മീറ മുത്തസിലുണ്ട് അല്ലെ. ചിലത് ഇസ്മിന്റെ കൂടെയാണ്, ചിലത് ഹർഫിന്റെ കൂടെയാണ്, ചിലത് ഫിഅലിന്റെ കൂടെയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ പുതിയതായിട്ട് കയറിയ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബേജാറാവണ്ട. നമ്മൾ ഇതൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഗ്രാമർ ടിപ്സ് ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-13 ക്ലാസ് എടുത്തിട്ടുണ്ട്. മെല്ലെ അതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ഫസ്റ്റ് ജ്യൂസ് കഴിഞ്ഞാൽ ഒരു വീക്കോ 2 വീക്കിന്റെ ഒരു ബ്രേക്ക് എന്തായാലും ഉണ്ടാവും. ആ സമയം കൊണ്ട് അതൊക്കെ ക്യാച്ച് ചെയ്ത് വരാൻ നോക്കുക. കാരണം നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിൽ ഒരു പകുതിയോളം, ഒരു 15 ക്വസ്റ്റ്യനിൽ 7-8 നമ്മൾ ഗ്രാമറോ വേർഡ് മീനിങ്സ് റൂട്ടൊക്കെ ആയിട്ടാണ് ചോദിക്കാറ്. അപ്പോൾ ഇത് നമുക്ക് പറ്റുന്നില്ലല്ലോ എന്ന് വെച്ച് നിങ്ങൾ ഡ്രോപ്പ് ആവണ്ട. ആ ക്ലാസ്സസ് എല്ലാം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞതാണ്, ഒരുപാട് ഹെവി കണ്ടന്റ് ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കി അതിന്റെ ടെസ്റ്റുകളൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അഅ്മാലുക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. വനഹ്നു ഞങ്ങൾ, ലഹു ഇവിടെ ല പ്ലസ് ഹു ആണ്. ഹു ദമീർ മുത്തസിലാണ്, അവനോട് തന്നെ. മുഖ്ലിസൂൻ ആത്മാർത്ഥത പുലർത്തുന്നവർ, ഇഖ്ലാസ് ഉള്ളവർ. റൂട്ട് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് അയക്കാട്ടോ നോട്ട്സിൽ. ലാമ സ്വാദ്. ഓക്കെ, ഇഖ്ലാസ് ഉള്ളവർ, മുഖ്ലിസൂൻ. തഫ്സീർ നോക്കാം. കുൽ അവരോട് പറയുക, നീ പറയുക അല്ലെ. കുൽ നീ പറയുക, അതുഹാജൂനന ഫില്ലാഹി നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തില് ഞങ്ങളോട് തർക്കിക്കുകയാണോ? തുഹാജൂനന, ഹ ജീം ജീം, മുഹാജ. ഹുജ്ജ എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. ഹുജ്ജ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആർഗ്യുമെന്റ്, തർക്കം. മുഹാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആർഗ്യുമെന്റില്
ഒരാൾ തെളിവുകൾ നിരത്താണ് ഓപ്പോസിറ്റ് സൈഡിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്പോസിറ്റ് സൈഡ് പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല അങ്ങനെയില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ തെളിവുകൾ കൊടുക്കൂലേ, അങ്ങനെ തെളിവ് കൊടുത്ത് ആർഗ്യൂ ചെയ്യുന്ന തർക്കിക്കുന്ന ആൾക്കാണ് മുഹാജ എന്ന് പറയുന്നത്. അപ്പം രണ്ടുപേര് തമ്മിൽ തർക്കം ഉണ്ടാവുന്നു തെളിവുകളും ഒക്കെ നിരത്തിയിട്ട്. അപ്പം അവരുടെ അടുത്ത് ചോദിക്കാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ ഫില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞങ്ങളോട് തർക്കിക്കുകയാണോ? ആക്ച്വലി അള്ളാഹു സുബ്ഹാനഹു തആല മുസ്ലിങ്ങളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ഇങ്ങനെ പറയും. ആരോടാണ്? യഹൂദികളോടും നസ്വാറാക്കളോടും അല്ലെ. അവരുടെ വഴികളിലേക്ക് നമ്മളെ വിളിക്കുന്ന കാര്യം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിരുന്നു അല്ലെ. അവർ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒന്നെങ്കിൽ കുനു ഹൂദൻ അവ നസ്വാറ അല്ലെ, ജൂതന്മാരാവുക അല്ലെങ്കിൽ നസ്വാറാക്കൾ ക്രിസ്ത്യാനികളാവുക, അപ്പൊ നിങ്ങൾ നേർമാർഗത്തിലായിക്കാം എന്ന് അവർ നമ്മളടുത്ത് പറയുന്ന ഒരു സാഹചര്യം. അതാണ് നമ്മൾ വിശദീകരിച്ച് വന്നത്. അപ്പം അവരിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് പറയാനാണ് പറയുന്നത്, നിങ്ങൾ എന്തിനാ ഞങ്ങളെ നിർത്താൻ ശ്രമിക്കുന്നത് അല്ലെ? ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങള് എന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. വനഹ്നു ലഹു ആബിദൂൻ. തൊട്ട് മുമ്പുള്ള ആയത്തിലെ അവസാനം അതായിരുന്നു അല്ലെ, വനഹ്നു ലഹു ആബിദൂൻ. ഞങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്. അപ്പൊ നിങ്ങൾ അള്ളാഹിന്റെ കാര്യത്തിലാണോ ഞങ്ങളുടെ അടുത്ത് തർക്കിക്കാൻ നിൽക്കുന്നത്? അള്ളാഹിനെ ഇബാദത്ത് ചെയ്യരുതെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്താണോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്? വഹുവ റബ്ബുന വറബ്ബുക്കും. എന്നാൽ ആ അള്ളാഹ് എന്താണ്? ഞങ്ങളുടെ റബ്ബാണ്, നിങ്ങളുടെ റബ്ബാണ് അല്ലെ. അത് നമ്മൾ മാത്രം റബ്ബൊന്നല്ല, ഞങ്ങളുടെ റബ്ബാണ്, നിങ്ങളുടെ റബ്ബാണ്. വഹുവ റബ്ബുന വറബ്ബുക്കും. അത് എന്നെ മാത്രമല്ല അവര് സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ഞങ്ങളെ മാത്രമല്ല അവൻ സൃഷ്ടിച്ചത്, നിങ്ങളെയും അവനാണ് സൃഷ്ടിച്ചത്. അപ്പൊ ആരെങ്കിലും അള്ളാഹുവിന്റെ ഇബാദത്തിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും രീതിയിൽ തടയുകയാണെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് തടയുകയാണെങ്കിൽ അല്ലെ, നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് ആരെങ്കിലും നമ്മളെ ഏതെങ്കിലും രീതിയിൽ തടയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഞാൻ ആരെയാ ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ അല്ലെ. ഈ അള്ളാഹ് ആരാണ്? നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ച അള്ളാഹു ആണ്. എന്നിട്ട് ആ അള്ളാഹിന്റെ പേരിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരുന്നത് എന്നാണ് ചോദിക്കാൻ പറയുന്നത്. വലന അഅ്മാലുന. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇബാദത്തുകൾ അല്ലെ, ഞങ്ങളുടെ അമലുകൾ. അഅ്മാൽ, അമലിന്റെ പ്ലൂറലാണ് അഅ്മാൽ, ഐൻ മീം ലാം. നിങ്ങൾക്കോ? വലക്കും അഅ്മാലക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അമലുകൾ. അപ്പൊ ഞാൻ ചെയ്തതാണ് എന്നോട് ചോദിക്കല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്തിനാ എത്ര വലിയ വിഷമം? ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലേ? എന്റെ ആക്ഷൻസിന്റെ, എന്റെ അമലുകളുടെ റിസൾട്ട് ഞാനാ കാണുന്നത്, നിങ്ങളുടെ അമലുകളുടെ റിസൾട്ട് നിങ്ങൾ കാണും. അപ്പൊ നിങ്ങൾ എന്തിനാ എത്ര വിഷമിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ച് അല്ലേ? നിങ്ങളെ കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ പോരെ. സുബ്ഹാനല്ലാഹ്. നമ്മളിത് വേറെ ടോണുകളിലൊക്കെ പറയാറുണ്ട് പലരിടത്തും അല്ലെ, പക്ഷെ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം പലപ്പോഴും അല്ലെ, നമ്മള് ഒരു റീസണും ഇല്ലാണ്ട് ആളുകൾ നമ്മളെ ദീനിന്റെ പേരിൽ അറ്റാക്ക് ചെയ്യുന്നത്, ഇൻസൾട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ കുത്തി പറയുന്നത്, അല്ലെങ്കിൽ മാറി എന്താണ് നമ്മളെ കുറിച്ച് കമന്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പല സിറ്റുവേഷൻസിലും കേൾക്കാറുണ്ട് അല്ലെ. ഒരു മുസ്ലിം സിറ്റുവേഷൻസിലൊക്കെ പോകുന്ന, സ്കൂളില് കോളേജില് ഓഫീസിലൊക്കെ പോകുന്നവർക്ക്, സ്ഥിരമായി നിസ്കരിക്കുന്നവര് അല്ലെങ്കിൽ ഹിജാബ് ഇടുന്നവര്, ഇപ്പൊ മുസ്ലിം സമൂഹത്തിലേക്കൊന്നും പോകണ്ട അല്ലെ, നമ്മള് ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ഹിജാബിലും നിഖാബിലും ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, അതായത് നമ്മൾ എവിടെയെങ്കിലും നമ്മളെ ശരിയായ ദീനിന്റെ അറിവ് പ്രകടിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻസൾട്ടുകളും കുത്തിപ്പറച്ചിലുകളും മാറ്റി നിർത്തലുകളും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്നതാണ് അല്ലെ. ഓരോ സിറ്റുവേഷനിലും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുന്നു മാത്രം, ഓരോ സമൂഹത്തിൽ ചെല്ലുമ്പോൾ ഓരോ രീതിയിലായിരിക്കുന്നു. അപ്പം അവരോട് നമ്മളടുത്ത് അള്ളാഹ് എന്താ പറയുന്നത്? നിങ്ങൾ എന്തിനാ ഇത്ര വലിയ വിഷയമാക്കുന്നത് അല്ലെ? ഞാൻ എൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാണ്, എന്റെ സൃഷ്ടാവിനെ. അത് നിങ്ങളുടെ സൃഷ്ടാവും കൂടെയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്തിനാ ഞാൻ ചെയ്യുന്നതിനെ കുറിച്ച് ഇത്ര വിഷമിക്കുന്നേ? എന്റെ അമലുകളെ കുറിച്ച് എന്നോടാ ചോദ്യം ചോദിക്കുക, നിങ്ങളുടെ അമലുകളെ കുറിച്ച് നിങ്ങളോടാ ചോദിക്കുക. വനഹ്നു ലഹു മുഖ്ലിസൂൻ. ഞങ്ങള് അവന് എന്താണ്? സിൻസിയർ ആണ്, ആത്മാർത്ഥതയുള്ളവരാണ്. മുഖ്ലിസൂൻ, ഖ ലാം സ്വാദ്, ഇഖ്ലാസ്, ആത്മാർത്ഥത. ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒന്ന് വളരെ പ്യുവർ ആയിരിക്കുക. അത് അതിനെ മോശപ്പെടുത്തുന്ന എന്തുണ്ടെങ്കിലും അതെടുത്ത് മാറ്റി, അതായത് അതിനെ നശിപ്പിക്കാവുന്ന എന്തൊരു ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിലും അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പ്യുവർ ആക്കി വെച്ച സാധനത്തിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ശുദ്ധമായത്. അപ്പൊ ഞങ്ങൾ അങ്ങേയറ്റം ശുദ്ധമായ മനസ്സോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി എന്താണ്? റബ്ബിന് കീഴൊതുങ്ങിയവരാണ് അല്ലെ. മിക്സിങ് ഇല്ലാതെ പ്യുവറായിട്ട് ഞങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാണ്. അതായത് അള്ളാഹുവിന്
റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ബേജാറൊന്നും ഉണ്ടാവേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള ലെസൺ? നമ്മൾ വിചാരിക്കും അള്ളാഹ് അപ്പം അവര് നമ്മളെ അടുത്ത് തർക്കിക്കാൻ വന്നാൽ അവരെ ചോദ്യം ചോദിച്ച് ഞെട്ടിക്കാനാണോ ഈ ആയത്തിൽ പറഞ്ഞത്? ആക്ച്വലി അതിന്റെ ആ ഒരു എന്താ പറയാ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കണം. നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണ്, ശരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ നമ്മളെ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ. എന്നെ സൃഷ്ടിച്ച, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ, അല്ലെ? അപ്പൊ അവരിനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊന്ന് വേവർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊക്കെ പൊതുവേ സംഭവിക്കാറുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെ? അപ്പം എവിടെയും ചെന്ന് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും നമ്മളെ എതിർക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്തെന്നൊക്കെ തോന്നുമ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കലാണെന്ന്. പക്ഷെ അവരോട് അങ്ങനെയൊക്കെ പറയുമ്പോൾ, അല്ലെ, അവര് ഇനിയിപ്പോ ഞാൻ വലിയ സംഭവമാണെന്ന് അവർ വിചാരിച്ചിട്ട് നാളെ ഞാൻ ഇതുപോലെ ആയില്ലെങ്കിലോ, അല്ലെ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരാണ്. ഞാൻ ഇത്ര വലിയ സംഭവമാക്കിയിട്ട് ഞാൻ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാണ്, അല്ലെങ്കിൽ അള്ളാഹിനെ മാത്രം അനുസരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ നാളെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ തിരിഞ്ഞു പോയാലോ, അപ്പൊ അവരെന്നെ കുറ്റപ്പെടുത്തൂലേ, അല്ലേ? അപ്പൊ അങ്ങനെയൊന്നും പറയണ്ട. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ഒരു കാര്യം, ഉദാഹരണത്തിന് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മള് കല്യാണങ്ങൾ, അല്ലെ, കല്യാണങ്ങളും അതുമായിട്ട് അനുബന്ധിച്ച ഒരുപാട് ചടങ്ങുകളും. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കതിനൊരു കാരണം പറയാൻ, അല്ലെ? അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയായിരിക്കും, ഇല്ല പനിയായിട്ടാ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റീസൺസ് പറഞ്ഞിട്ട് നമ്മൾ എസ്കേപ്പ് അടിക്കാറുണ്ട്, അല്ലെ? അതായത് നമുക്ക് അറിയാം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നത് കൊണ്ടാണ് അവരുടെ അത്തരത്തിലുള്ള, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരിക്കലും നമ്മൾ ആളുകളെയല്ല വെറുക്കേണ്ടത്, അവരുടെ ആക്ഷൻസിനെയാണ് വെറുക്കേണ്ടത്. അപ്പം അവർ ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ മാറി നിൽക്കേണ്ടത്. ആ കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് നമ്മൾ മാറി നിൽക്കേണ്ടത്. പക്ഷെ അങ്ങനെ മാറി നിൽക്കുമ്പോൾ പോലും നമുക്ക് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയെങ്കിൽ പോലും നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതികൾ പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് മെല്ലെ ഉൾവരിയുന്ന പോലെ ഉടായ്പായിട്ട്, കാരണം നമുക്ക് പേടിയാ അപ്പോഴും, ഇതിപ്പോ ഞാൻ ഇപ്പൊ വലിയ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് നാളെ ഞാനും അത് തന്നെ ചെയ്താലോ. അപ്പൊ നമുക്ക് എവിടെയോ നമ്മളുടെ ദീനിനെ കുറിച്ചൊരു ചെറിയൊരു കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് വഴി നമ്മളെ എന്താണ് പുഷ് ചെയ്യുന്നത്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ എന്തിലാണോ ജീവിക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ആരെങ്കിലും നമ്മളെ പരിഹസിക്കുകയാണെങ്കിലും, ആരെങ്കിലും നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയുകയാണെങ്കിലും, ആരെങ്കിലും നമ്മളെ ഡിസ്കറേജ് ചെയ്യുകയാണെങ്കിലും, അല്ലെ, നമ്മൾ വീക്ക് ആവേണ്ട കാര്യമില്ല. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള റബ്ബിന്റെ സപ്പോർട്ടാണ് നമുക്കുള്ളത്. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? എന്നാൽ അത് ഒരു തരത്തിലും നമ്മുടെ അഹങ്കാരം കാണിക്കാനുള്ളത് ആവരുത്, അല്ലെ? അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ എൻ്റെ റബ്ബിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്, അല്ലെ? റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പേടിയാണ്, റബ്ബിന്റെ ശിക്ഷ എനിക്ക് പേടിയാണ്. ഞാൻ എന്റേന്ന് പറയരുത്, നമ്മുടെ റബ്ബിനെ, അല്ലെ? ഞാൻ നമ്മുടെ റബ്ബിനെയാണ് അനുസരിക്കുന്നത്, ഞാൻ നമ്മുടെ റബ്ബിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത്. നമ്മുടെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ എനിക്ക് പേടിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു കോൺഫിഡൻസോട് കൂടി നമ്മൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കത് പറയാം. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മൾ പറയണം. അല്ലാതെ ആളുകള് നമ്മളെ പല രീതിയിൽ അവര് പരിഹസിക്കും, അല്ലെ? പല രീതിയിലുള്ള വാക്കുകൾ, എനിക്ക് എക്സാമ്പിൾസ് ഒന്നും ഇപ്പൊ കിട്ടുന്നില്ല, പക്ഷെ നിങ്ങൾ എല്ലാവരും തന്നെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വേറെ സാഹചര്യത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു കാര്യം, അല്ലെ? പല രീതിയിൽ. ഇപ്പൊ നിങ്ങൾ ഒരു നിക്കാബ് ഇട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാല് ഇതുപോലെ അള്ളാഹിനെ അനുസരിക്കുന്ന പൊതുസമൂഹം ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളും പല രീതിയിലുള്ള പരിഹാസങ്ങളും, അല്ലെ? നമ്മളെ നിർത്തിയിട്ട് മറ്റുള്ളവരെല്ലാരും കൂടെ ഒന്നായി നിന്നിട്ട് ഉള്ള ജോക്സും നെഗറ്റീവ് കമന്റ്സും ഒക്കെ നമ്മൾ കേൾക്കും. പക്ഷെ അവിടെയൊന്നും അത് നമ്മളെ ഉള്ളിനെ ഷെയ്ക്ക് ചെയ്യരുത്. നമ്മുടെ ഉള്ളിലുള്ള ഈ ദീനിനെ, അതിന്റെ ആ ഒരു ഫേംനെസ്സിനെ നമ്മൾ ഷെയ്ക്കരുത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഒരു ഉറപ്പ് തന്നോളും, അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ? അള്ള മതി നമുക്ക്. അപ്പം അള്ള നമ്മളെ അവിടെ ഫേമായി നിൽക്കാൻ ഹെൽപ്പ് ചെയ്തോളും. അപ്പം ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വരണം. പക്ഷെ നമ്മുടെ വാക്കുകൾ ഒരിക്കലും അഹങ്കാരത്തോടു കൂടി, ഇൻസൾട്ടോടു കൂടിയുള്ള വാക്കുകൾ ആവരുത്. പ്രത്യേകിച്ച് നമ്മൾ ദാവ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് നമ്മൾ ദാവ ചെയ്യുമ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ദാവ ചെയ്യാന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലുള്ള സമൂഹത്തിനോട് ദാവ ചെയ്യും, അല്ലേ? നമ്മുടെ വീട്ടിലുള്ളത് വേറൊരു ടൈപ്പ് സമൂഹമായിരിക്കും, നമ്മൾ പുറത്ത് ഒരു ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഉള്ളത് വേറെ ടൈപ്പ് ഒരു സമൂഹമായിരിക്കും, നമ്മൾ
കോ വർക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ കൂടെ പഠിക്കുന്നവർ, അങ്ങനെയുള്ളവർ വേറൊരു സമൂഹമായിരിക്കും, നമ്മുടെ നെയ്ബർഹുഡ് വേറൊരു സമൂഹമായിരിക്കും. അപ്പം ഈ ഓരോ ടൈപ്പ് ആളുകളോടും ദാവ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ ദീനിന്റെ വാല്യൂസ് കോംപ്രമൈസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഇന്നതാണ് നമ്മുടെ ദീനെന്ന്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആ ഒരു ഉറപ്പ്, അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അതിനൊന്ന് വളച്ചും ഒടിച്ചും ആക്കിക്കൊണ്ടുള്ള ദാവ ഇല്ല. ദാവ ചെയ്യുമ്പം പറയുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് പറയുമ്പോഴും ശരി ശരി തന്നെയാണ്, ഹലാൽ ഹലാല് തന്നെയാണ്, തൗഹീദ് തൗഹീദ് തന്നെയാണ്. പറയുമ്പം അത് അങ്ങനെ തന്നെ പറയാവൂ. അത് പക്ഷെ അടിച്ചേൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല അല്ലെ, എടുക്കുന്നതും എടുക്കാത്തതും അവരുടെ ഇഷ്ടം. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിയായിട്ട് സംസാരിക്കുമ്പോൾ അത് ആരാണെങ്കിലും അവരുടെ മതത്തിനെ നമ്മൾ അറ്റാക്ക് ചെയ്യരുത്. അവരുടെ മതം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നമ്മൾ ഹിന്ദുക്കളോടായിരിക്കില്ല സംസാരിക്കുന്നത്, നമ്മൾ മുസ്ലിങ്ങളോട് തന്നെ ആയിരിക്കും സംസാരിക്കുന്നത് അല്ലെ. അപ്പം അവർ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും, ചിലപ്പം തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരിക്കലും ഇൻസൾട്ടിങ് ടോണിലേക്ക് പോകരുത്. അത് ഇൻസൾട്ട് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും എടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എല്ലാവർക്കും ബഹുമാനം ആവശ്യം. അപ്പം നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നതിൽ ഒരു ഇൻസൾട്ടും ഇല്ല. പക്ഷെ അവരുടെ കാര്യങ്ങളെ നമ്മൾ പുച്ഛിച്ചും തരം താഴ്ത്തിയും കാണുമ്പോൾ അവിടെ ഇൻസൾട്ട് വന്നു. അപ്പൊ ദാവ എപ്പോഴും റെസ്പെക്റ്റോട് കൂടി കൊടുക്കുക. നമ്മൾ കാണുന്നവര് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ഷിർക്കൊക്കെ ചെയ്യുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ അങ്ങനെയുള്ള ആളുകളൊക്കെ. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തിൽ ദാവ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ ദാവ ചെയ്യാനാണ് ഏറ്റവും പ്രയാസം. അപ്പം ഏറ്റവും ഭംഗിയായി ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മൾ ചെയ്യുക. അതേസമയം നമ്മളുടെ വാല്യൂസിലെ നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്നത്, നമ്മളുടെ ഇബാദത്ത്, നമ്മളുടെ തൗഹീദിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിരിക്കുക, നല്ല കോൺഫിഡന്റ് ആയിരിക്കുക. എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, നമ്മൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അഹങ്കാരത്തോടു കൂടിയാണ് പുറത്തു വരിക. ആ അഹങ്കാരം ചെറിയ തോതിൽ അവരുടെ അഭിമാനത്തിനെ ടാർണിഷ് ചെയ്യും. അവരുടെ അഭിമാനത്തിൽ തൊട്ടിട്ട് അവരെ ഇൻസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാ, ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറയുന്നത്, അതൊരു മുസ്ലിമിന്റെ അടുത്ത് പോലും അല്ലെ, അവര് ചെയ്യുന്ന ദൈവങ്ങൾ, അവര് ആരാധിക്കുന്ന ദൈവങ്ങൾ തെറ്റാണെന്ന് നമുക്കും അറിയാം, ഖുർആനിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും അവരെ ഇൻസൾട്ട് ചെയ്യരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവര് നമ്മളെയും ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മൾ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഒരു ഗ്രൗണ്ട് നഷ്ടപ്പെടുകയാണ് അല്ലെ, അവിടെ ദാവ ചെയ്യാനുള്ള ഗ്രൗണ്ട് നഷ്ടപ്പെടുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ബുദ്ധിപൂർവ്വം ക്ഷമ ഉൾക്കൊണ്ട് സംയമനത്തോടു കൂടി സംസാരിക്കുന്നത് ഒരിക്കലും ആരെയും പേടിച്ചിട്ടല്ല, പകരം നമ്മൾ കൊടുക്കുന്നത് സ്വീകരിക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കലാണ്. നമ്മൾ ബഹുമാനത്തോട് കൊടുക്കുന്നത് അവരെ സ്വീകരിക്കാൻ വേണ്ടി പ്രാപ്തരാക്കലാണ്. അതേസമയം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളതിനെ കുറിച്ചുള്ള കോൺഫിഡൻസ് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവര് നമ്മളെ ഏത് രീതിയിൽ കൊച്ചാക്കി പറഞ്ഞു കഴിഞ്ഞാലും, ഏത് രീതിയിൽ നമ്മളെ വീക്കാക്കി പറഞ്ഞു കഴിഞ്ഞാലും, ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് കോൺഫിഡന്റ് ആയിരിക്കണം. നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ റബ്ബിനെയാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് അല്ലെ. അപ്പം നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ഇൻസൾട്ട് ഉള്ള സിറ്റുവേഷൻ ആണെങ്കിൽ വാക്ക് അവേ. അവിടെ പിന്നെ നമ്മൾ തർക്കിക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഒന്നും നിൽക്കണ്ട. അപ്പം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം നിക്കാബി സിസ്റ്റേഴ്സ്, എനിക്കൊന്ന് കണ്ണൂരിലൊക്കെ അത്ര പ്രശ്നം ഉണ്ടാവുന്ന അറിയില്ല, ബാക്കിയുള്ള ജില്ലകളിൽ നിക്കാബ് ഇട്ട് പോകുന്നതൊക്കെ ഒരു സ്വന്തം കുടുംബത്തിൽ പോലും പല രീതിയിൽ പ്രശ്നങ്ങളാണ്. സ്വന്തം കുടുംബത്തിനകത്ത് പോലും എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ ആളുകളെടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആൾക്കാരെ നോട്ടവും അല്ലെ, പരിഹാസവും മുറുമുറുപ്പും ഒക്കെ നമ്മൾ കേൾക്കണം. നമുക്ക് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ദീനിൽ കോൺഫിഡന്റ് ആയിരിക്കുക. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടേ ഇല്ല എന്ന് വെച്ചേക്കാം. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മൾ അത് കണ്ടിട്ടും ഇല്ല, അറിഞ്ഞിട്ടും ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മുഖം ആരും കാണുന്നില്ല, നമ്മുടെ എക്സ്പ്രഷൻ ആരും കാണില്ല, റബ്ബ് മാത്രമേ കാണുന്നുള്ളൂ അല്ലെ. നമ്മൾ റബ്ബിനെ അനുസരിക്കല്ലേ. അപ്പൊ നമുക്ക് റബ്ബ് തന്ന ഫ്രീഡാണ് അത്, നമ്മൾ ഈ രാജ്യം തന്ന ഫ്രീഡാണ്. ഈ രാജ്യത്തിൽ അൽഹംദുലില്ലാഹ് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല അല്ലെ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലേ നമുക്ക് വിഷമിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ റബ്ബ് തന്ന ഫ്രീഡമാണ്, നമ്മുടെ നാടിന്റെ നിയമം തന്ന ഫ്രീഡമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ബേജാറാവുകയും വേണ്ട, ബോധഡാവുകയും വേണ്ട. നമ്മളെ ദീനിനെ കുറിച്ച് നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കുക. അവർക്ക് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഫസയക്ഫീകഹുമുല്ലാഹ്, അല്ലാഹ് ഉണ്ട് നമുക്ക് അല്ലെ, കാഫിയാണ്, അല്ലാഹ് മതി. പക്ഷെ നമ്മൾ അതിന്റെ പേരിൽ കൺഫ്രണ്ട് ചെയ്യാൻ, ആർഗ്യൂ ചെയ്യാൻ, അവരെ കുറിച്ച് നിങ്ങൾ എന്താ ആൾക്കാരാണ്, നിങ്ങൾ എന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാൻ തോന്നിക്കഴിഞ്ഞാല് എന്താവും, മെല്ലെ മെല്ലെ അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഇളകും, നമ്മളൊന്ന് വേവർ ചെയ്യും, നമുക്ക് പേടിയാവും, നമുക്ക് ഒരു ഭീഷണി പോലെ തോന്നും, അല്ലെങ്കിൽ നമുക്ക് ഇൻസൾട്ടഡ് ആയിട്ട് തോന്നും, നമുക്ക് വിഷമം വരും. പിന്നെ നമ്മൾ ആ ചെയ്ത കാര്യം, അള്ളാഹിനനുസരിക്കാൻ വേണ്ടി ആ ചെയ്ത കാര്യം രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ആകെ കൂടെ മനസ്സിനൊരു ഇടങ്ങേറായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ടാക്ടിക്സും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അപ്പം
കോൺഫിഡന്റ് ആയിരിക്കുക. കാരണം നമ്മൾ ആരെയാ ഇബാദത്ത് ചെയ്യുന്നത്? വഹുവ റബ്ബുന വറബ്ബുക്കും, നിങ്ങളുടെയും എന്റെയും റബ്ബിനെയാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. വലന അഅ്മാലുന, അല്ലെ, അള്ളാഹ് എന്റെ അമലിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യുള്ളൂ, അല്ലെ. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു കളിയല്ല, ഇബാദത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ ഓരോ സാഹചര്യം, നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ സാഹചര്യം നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. തൽക്കാലം ഇത് അങ്ങോട്ട് പോട്ടെ, ഈ കല്യാണം അങ്ങോട്ട് കഴിയട്ടെ, ഈ കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ കഴിയട്ടെ, എന്നിട്ട് മുസ്ലിം ആവാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, അല്ലെ. കാരണം റബ്ബ് ചോദ്യം ചെയ്യും, നാളെ എന്താവും എന്നുള്ളത് നമുക്ക് അറിയൂല. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ട പോലെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പരലോകം എന്ന് പറയുന്നത് പ്രശ്നത്തിലാവും. അപ്പൊ നമുക്ക് ഇത് ചെയ്യല്ലാതെ വേറെ രക്ഷയില്ല. പക്ഷെ നമ്മളിത് ചെയ്യും, വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ചെയ്യും. എന്റെ റബ്ബിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്ന, എന്റെ ദീനിനെ ഞാൻ ഫോളോ ചെയ്യുന്ന, എന്റെ റബ്ബിന്റെ വിധിവിലക്കുകൾ ഞാൻ അനുസരിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ പൊതുവേ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പെടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്കതിൽ ഐ മീൻ തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതൊക്കെ നമ്മൾ ആ കൂടെയുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ. അല്ല, അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ, അവരല്ലേ എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ, നാളെ അവരല്ലേ എനിക്ക് ഉണ്ടാവുള്ളൂ, അല്ലെ. അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമുക്ക് ഉണ്ടാവുക. നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് കൊണ്ടുവരിക ഫസയക്ഫീകഹുമുല്ലാ, നമുക്ക് റബ്ബ് മതി. സയക്ഫീകഹുമുല്ലാ, അല്ലെ. സ എന്നുള്ള വാക്ക് നമ്മൾ ഇന്നലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉടനെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും റബ്ബിന്റെ കാഫിയ, റബ്ബിന്റെ ആ ഒരു മതിയാവുന്ന ആ ഒരു അവസ്ഥ, അത് മതി നമുക്ക്. അത് മനസ്സിൽ വെക്കുക എല്ലാവരും. അതേപോലെ നമ്മൾ ഈ പ്ലീസ് ചെയ്യാൻ പോകുന്നു ശ്രമിക്കുന്ന ആളുകൾ, സുബ്ഹാനല്ലാഹ്, നമുക്ക് ആർക്കെങ്കിലും ഇന്ന് വരെ ഏതെങ്കിലും ഒരു വ്യക്തിനെ കംപ്ലീറ്റ് ആയിട്ട് പ്ലീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ സ്വന്തം ഭർത്താവായിക്കോട്ടെ, നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ, നമ്മളുടെ മക്കളായിക്കോട്ടെ, നമ്മൾ ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും ഒരു ചെറിയ പോയിന്റ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമം വരില്ല. അല്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും, സുബ്ഹാനല്ലാഹ്. അതായത് നമുക്ക് മനുഷ്യന്മാരെ തൃപ്തിപ്പെടുത്താൻ കഴിയൂല. നമുക്ക് അറിയൂല ഓരോരുത്തർക്കും എന്താ വേണ്ടത്, നമുക്കത് പൂർണ്ണമായിട്ട് അറിയൂല. പക്ഷെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ നമുക്കറിയാം, നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റബ്ബ് എന്താണ് എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടതെന്ന്, അല്ലെ. അപ്പൊ നമുക്ക് പറ്റുന്നത് റബ്ബിനെ തൃപ്തിപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ മനുഷ്യന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്തത് അവർക്ക് തൃപ്തിയില്ലാതെ പോകും. അപ്പൊ നമ്മൾ മുമ്പ് ചെയ്തത് എന്തായി? വെറുതെ ആയി. അവര് നമുക്ക് പരലോകത്ത് പ്രതിഫലം തരുമോ? ഇല്ല, അല്ലെ. അപ്പൊ നമ്മള് റബ്ബിനെ തൃപ്തിപ്പെടുത്താം. കാരണം റബ്ബ് അഹദാണ്, ഒന്നേ ഉള്ളൂ, അല്ലെ. റബ്ബിനെ തൃപ്തിപ്പെടുത്തലാ എളുപ്പം. പ്ലസ് റബ്ബിനെ തൃപ്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാന്ന് റബ്ബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പൊ സംഭവങ്ങളൊക്കെ ഈസിയാണ്. മുമ്പ് നമ്മൾ ഒരിക്കൽ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഈ കല്യാണങ്ങളിലെ കാര്യങ്ങൾ, അല്ലെ, എങ്ങനെയാണ് ഇതിനെയൊക്കെ ഡീൽ ചെയ്യുക, ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഡീൽ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേറൊരു ദിവസം പറയാന്ന്. എനിക്ക് അതിനെ പറ്റി പോയിന്റ്സ് ഒക്കെ ഇന്ന് ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അനാചാരങ്ങളൊക്കെ വരുമ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 2-3 പോയിന്റ്സ് നമ്മൾ മനസ്സിൽ വെക്കുക. ഒന്ന്, ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ്. ഒന്ന്, എന്താണ്, അവരുടെ ആക്ഷൻസിനെ വെറുക്കുക, അവരെ വെറുക്കരുത്. അവരാ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അവര് നമ്മളെ ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്, അത് കീപ്പ് ചെയ്യുക. വേറൊരു സാഹചര്യത്തിൽ അവർക്ക് ഗിഫ്റ്റ്സ് കൊടുത്തിട്ടും, അല്ലെ, സ്നേഹം പങ്കുവെച്ചിട്ടും, വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടും ഭക്ഷണം കൊടുത്തിട്ടും ഒക്കെ ആ സ്നേഹം നിലനിർത്തുക. ഒന്നാമത്തെ പോയിന്റ് അത്. അവരുടെ ആ തിന്മകളെ വെറുക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക. അതോടൊപ്പം നമ്മൾ പലപ്പോഴും അങ്ങനെ മാറി നിൽക്കുമ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. ആ എക്സ്പ്ലനേഷൻ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് കൊടുക്കുക. അത് എന്തെങ്കിലും ഉടായ്പ പറഞ്ഞ്, ഇല്ലട്ടോ മൂപ്പര് ഇല്ലാഞ്ഞിട്ടാണ്, എനിക്ക് കാർ ഇല്ലാഞ്ഞിട്ടാണ്, വരാൻ പറ്റാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ മൂക്ക് സുഖം ഇല്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടല്ല അതിൽ നിന്ന് മാറി നിൽക്കേണ്ടത്. ഞാൻ എൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അല്ലെ. അപ്പൊ എൻ്റെ റബ്ബിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പേടിയാണ്, എനിക്ക് എന്റെ പരലോകത്തിനെ കുറിച്ച് പേടിയാണ്. നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്. ശരിക്കും ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് അവരുടെ ഹൃദയത്തിൽ അങ്ങനെ കിടക്കും. മനസ്സിലായില്ലേ? അത് അവരുടെ ഹൃദയത്തിൽ കിടക്കും. അതുകൊണ്ട് അത് കോൺഫിഡന്റ് ആയിട്ട് പറയാനാണ് റബ്ബ് പറഞ്ഞത്. 3, നമ്മൾ ഇവരെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ എന്താവും, അല്ലോ ഇവർക്ക് വിഷമാവല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഫസയക്ഫീകഹുമുല്ലാ, ഈ 3 പോയിന്റ്സ് മാത്രം മതി നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ. അപ്പൊ അത് കയ്യിൽ കരുതുക എല്ലാവരും, ടൂൾസ് ആയിട്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അടുത്ത ആയത്ത്. أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى قل أأنتم أعلم أم الله ومن أظلم ممن كتم شهادة عنده من الله وما الله بغافل عما تعملون. ഇബ്രാഹിമും ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബും അദ്ദേഹത്തിന്റെ സന്താനങ്ങളും ജൂതരോ ക്രിസ്ത്യാനികളോ ആയിരുന്നു എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? ചോദിക്കുക, നിങ്ങളാണോ ഏറ്റവും നന്നായി അറിയുന്നവൻ, അതോ അള്ളാഹുവോ?
അള്ളാഹുവിൽ നിന്ന് വന്നെത്തിയ തന്റെ വശമുള്ള സാക്ഷ്യം മറച്ചു വെക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ഒട്ടും അശ്രദ്ധനല്ല അള്ളാഹു. വാക്കർത്ഥം നോക്കാം. തേർഡ് ചോദിച്ചാൽ തേർഡ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട്, നമുക്ക് അള്ളാഹു മതി എന്നുള്ള പോയിന്റ്. സയക്ഫീകഹുമുല്ലാഹ്, നമ്മൾ മനുഷ്യന്മാരെ തൃപ്തിപ്പെടുത്തുന്ന കാര്യം അത് ആ ചിന്ത വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയാ സയക്ഫീകഹുമുല്ലാഹ്, എനിക്ക് അള്ളാഹ് മതി. ഓക്കെ, അതാണ് തേർഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞത്. അപ്പം വാക്കർത്ഥം അല്ലെങ്കിൽ അതോ, തഖൂലൂന നിങ്ങൾ പറയുകയാണോ, തഖൂലൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുകയാണോ, ഇന്ന നിശ്ചയമായും ഇബ്രാഹിം അലൈഹിസ്ലാം, ഇസ്മായിൽ അലൈഹിസ്ലാം, ഇസ്ഹാഖ് അലൈഹിസ്ലാം, യാക്കൂബ് അലൈഹിസ്ലാം, വൽ അസ്ബാത്ത് നമ്മൾ ഇന്നലെ കണ്ടതാണ്, സന്തതികൾ, കാനു അവരായിരുന്നു, ഹൂദൻ യഹൂദികൾ, അല്ലെങ്കിൽ നസോറാക്കൾ. അപ്പൊ അവര് ജൂതന്മാര് ക്രിസ്ത്യാനികളാണെന്ന് ആണോ നിങ്ങൾ പറയുന്നത്? ഖുൽ പറയുക, അൻതും, ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വേർഡാണ് ഇസ്തിഫ്ഹാം. അൻതും നിങ്ങൾ ആണോ, അൻതും നിങ്ങൾ എന്ന് വെച്ചാൽ ആണോ, അലമോ കൂടുതൽ അറിയുന്നത് അല്ലെ. അലം നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, ഏറ്റവും കൂടിയ ഡിഗ്രിയാണ് അൽമിന്റെ. അലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അറിയുന്നവൻ. അതോ അള്ളാഹുവോ നിങ്ങളാണോ കൂടുതൽ അറിയുന്നവൻ, അല്ലെങ്കിൽ അള്ളാഹുവോ? ഓമൻ ആര്, അദ്ലമോ കൂടുതൽ ഏറ്റവും വലിയ അക്രമി, മിമ്മൻ ഒരുത്തനേക്കാൾ, ഖതമ മറച്ചുവെച്ചു, ഷഹാദത്തൻ സാക്ഷ്യത്തെ മറച്ചുവെച്ച, അതായത് ഖതമ ഷഹാദത്തിൽ സാക്ഷ്യത്തെ മറച്ചുവെച്ച, ഷഹാദ ഷീൻ ഹ ദാൽ, ഖതമ കാഫ് ത മ, ഇതൊക്കെ മുമ്പ് വന്നിട്ടുള്ള വാക്കുകൾ തന്നെ, റൂട്ടുകൾ തന്നെയാണ്. അഫ്ലമു ലോദ് ദോ ലാമ മീമ. ഇൻദഹു അവന്റെ പക്കലുള്ള, മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന്, വമ അള്ളാഹു അല്ല, അല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ബി ഗാഫിലിൻ അശ്രദ്ധനേ അല്ല എന്നുള്ള അർത്ഥത്തിലാണ് ബി വന്നിട്ടുള്ളത്. അവിടെ ബി ഒരു എക്സ്ട്രാ സ്ട്രെസ് ആണ്. ഓഫിൽ ഓയിൻ ഫ ലാം. അമ്മ യാതൊന്നിനെ കുറിച്ച്, അൻ പ്ലസ് മ ആണ് അമ്മ, യാതൊന്നിനെ കുറിച്ച്, അതായത് തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പം നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അശ്രദ്ധനേ അല്ല. ഓക്കെ, ബി ഗാഫിലിൻ അശ്രദ്ധനേ അല്ല, മുന്നേയും വന്നിട്ടുള്ള യൂസേജ് ആണ് ഇതൊക്കെ. തഫ്സീർ നോക്കാം. തഖൂലൂന, ഇനി അഥവാ അല്ല നിങ്ങൾ പറയുകയാണോ, തഖൂലൂന അള്ളാഹു ആരടുത്ത പറയുന്നത്? യഹൂദികളുടെ അടുത്തും നസറാക്കളുടെ അടുത്തും ക്രിസ്ത്യാനികളുടെ അടുത്തും ജൂതന്മാരുടെ അടുത്തും. ഇനി നിങ്ങൾ അവകാശപ്പെടുകയാണോ, എന്താണ് അവകാശപ്പെടുന്നത്? ഇന്ന ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് യാക്കൂബ് വൽ അസ്ബാദ്, ഇബ്രാഹിമും ഇസ്മായിലും യാക്കൂബും ഇസ്ഹാഖും അവരുടെ സന്താന പരമ്പരകളും, അതായത് അവരുടെ ഇടയിൽ വന്ന പ്രവാചകന്മാർ, യാക്കൂബ് അലൈഹിസ്ലാമിന്റെ സന്താന പരമ്പരകളിൽ വന്ന പ്രവാചകന്മാരെല്ലാം കാനു ഹൂദൻ ഔ നസാറ, അവര് ജൂതന്മാര് ക്രിസ്ത്യാനികളാണെന്നാണോ നിങ്ങൾ പറയുന്നത്? സുബ്ഹാനല്ലാഹ് അല്ലേ. കാരണം ഞങ്ങളടുത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ആവാൻ പറയുന്നുണ്ട് അല്ലെ, നേർവഴിയിലാവണമെങ്കിൽ ജൂതന്മാരാവണം ക്രിസ്ത്യാനികളാവണം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ അവകാശപ്പെടുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജൂതനാണെന്നാണോ? സുബ്ഹാനല്ലാഹ് അല്ലെ. ഇബ്രാഹിം അലൈഹി സ്വലം ക്രിസ്ത്യാനിയാണെന്ന് ആണോ? അങ്ങനെയൊക്കെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ പറയുകയാണെങ്കിൽ അവർക്ക് ഹിസ്റ്ററി അറിയൂല എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല പരിഹസിക്കുകയാണ് അവരല്ലേ. കാരണം ഈ ജുഡൈസം, അതായത് ജൂതമതം, ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറയുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് എത്രയോ കാലത്തിന് ശേഷം മനുഷ്യന്മാർ കൊണ്ടുവന്ന മതമാണ്. നമ്മൾ പിന്നീട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ശേഷം വന്നതിനൊന്നും അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മൾ ഒറിജിനൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒറിജിനൽ ആൾക്കാരല്ലേ, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കൊണ്ട് വരണ്ട. അപ്പൊ നിങ്ങൾ ഈ ഞങ്ങളുടെ അടുത്ത് നേർവഴിയിലാവണമെങ്കിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ആവണം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ക്രിസ്ത്യാനിയാണെന്നോ ജൂതനാണെന്നാണോ പറയുന്നത്? അതോ ഇസ്മായിൽ അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം, യാക്കൂബ് അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകൾ, അവര് ജൂതന്മാരും ക്രിസ്ത്യാനികളാണെന്നാണോ പറയുന്നത്? കാരണം അവരെയൊക്കെ ഫോളോ ചെയ്ത ആൾക്കാരല്ലേ. സുബ്ഹാനല്ലാഹ്, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ഒഴികെ ബാക്കി എല്ലാവരെയും ഫോളോ ചെയ്ത ആൾക്കാരാ ഇവര്. അപ്പൊ നമ്മുടെ അടുത്ത് എന്നാണോ നിങ്ങൾ? അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ പോയി ഹിസ്റ്ററി പഠിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലേ. കാരണം ഇതൊക്കെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ എത്രയോ കാലത്തിന് ശേഷം മനുഷ്യന്മാർ കൊണ്ടുവന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയുന്നു, കുൽ അൻതും അഅലമു അമില്ലാഹ്, നിങ്ങൾ പറയുക എന്ത്, നിങ്ങൾക്കാണോ അറിയാ, അതോ അള്ളാഹ്ക്കാണോ കൂടുതൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയാം അല്ലെ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കാണോ കാര്യങ്ങൾ കൂടുതൽ അറിയാം, അള്ളാഹ്ക്കാണോ
കാരണം അള്ളാഹ്ക്കാണ് കൂടുതൽ അറിയാം അല്ലെ. അള്ളാഹ്ക്കാണ് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജൂതനല്ല, ക്രിസ്ത്യാനിയല്ല. ആരാണ്? ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അല്ലെ. മുസ്ലിം ആയിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴൊതുങ്ങിയവനായിരുന്നു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എല്ലാം അനുസരിക്കുന്നവനായിരുന്നു. എല്ലാം അനുസരിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ നബിമാരെയും അംഗീകരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ ഇവരൊക്കെ അതില്ലല്ലോ. അപ്പം അള്ള പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്ലാം ആരാണ്? ഹനീഫൻ മുസ്ലിമൻ ഒമാ കാന മിനൽ മുശ്രിക്കീൻ എന്നാണ്. അപ്പം അള്ള അത് പറയുമ്പോൾ അത് സ്വീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് അള്ളാഹിനെക്കാളും വലിയ അറിവൊന്നും ഇല്ലല്ലോ അല്ലെ. ഒമൻ അദ്ലമു, അദ്ലം ലാം മീം ദുൽമ, ആരാണ് കൂടുതൽ അനീതി പ്രവർത്തിക്കുന്നവൻ, ദുൽമ ചെയ്യുന്നവൻ അല്ലെ. മിമ്മൻ, യാതൊരുവനേക്കാളും. മിമ്മൻ എന്ന് പറയുമ്പോൾ മിൻ പ്ലസ് മൻ ആണ്. മിൻ പ്ലസ് മൻ. മൻ വെച്ചാൽ ആര്, മിൻ നിന്ന്, ആരിൽ നിന്ന് അല്ലെങ്കിൽ ആരെക്കാളും. ആരെക്കാളും ആണ് പറയുന്നത്. കത്തമ, ആര്? കത്തം എന്ന് വെച്ചാൽ കാഫ്ത മീം. കത്തമ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കുക, ഹൈഡ് ചെയ്ത് വെക്കുക, എന്തെങ്കിലും ഒരു കാര്യം മറച്ചു വെക്കുന്നവൻ. അപ്പം കത്തമ ചെയ്യുന്നവനേക്കാളും ദുൽമ ചെയ്യുന്ന, മോശപ്പെട്ട അക്രമിയായിട്ടുള്ളവൻ ആരുണ്ട്? എന്താണ് അവർ കത്തമ ചെയ്യുന്നത്? ഷഹാദ. ഷഹാദ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം അല്ലെങ്കിൽ തെളിവ്. ഷഹാദത്ത് കൊടുക്കുക വെച്ചാൽ നമ്മൾ സാക്ഷ്യം പറയാം അല്ലെ, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു തെളിവ് ഉണ്ടാവുക എന്നുള്ളതാണ് അർത്ഥം. അപ്പം അയാളുടെ അടുത്ത് ഒരു ഷഹാദ ഉണ്ട്, ഒരു തെളിവുണ്ട്, ഒരു പ്രൂഫ് ഉണ്ട്, എന്നിട്ട് അത് മറച്ചു വെക്കുന്ന ആ ഒരാളെക്കാളും അക്രമിയായിട്ടുള്ളത് ആരുണ്ട്? തെളിവ് എവിടുന്നാണ്? ഷഹാദത്തൻ ഇൻദഹു മിൻ അല്ലാഹ്. ഇൻദഹു അവന്റെ അടുത്തുണ്ട്. എവിടെ നിന്ന്? മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്. അള്ളാഹ് അവന് പ്രൂഫ് കൊടുത്തിട്ടുണ്ട്, തെളിവ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ ആ തെളിവിന് എന്താ ചെയ്യുന്നത്? മറച്ചു വെക്കാണ്. എന്താണ് ഈ ഒരു ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരോടും നസ്വാറാക്കളോടും, അതായത് ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരിലേക്ക് അയച്ച പ്രവാചകന്മാരിലൂടെ ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. വെറുതെ വരുന്നു എന്ന് മാത്രമല്ല പറഞ്ഞത്, അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷങ്ങൾ അല്ലെ, ക്വാളിറ്റീസ്, രൂപഭംഗി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ. അപ്പം അവർ ഇത്രയൊക്കെ പറഞ്ഞിട്ട് വരുമ്പം അവർക്ക് വിശ്വസിക്കാമല്ലോ അല്ലെ. അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അങ്ങനെ ഒരു നബി വരുമ്പോൾ അവർ വിശ്വസിക്കണമല്ലോ സ്വാഭാവികമായിട്ടും. നമുക്കറിയാം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ക്രിസ്ത്യാനിയായിരുന്നു. അപ്പൊ അദ്ദേഹം ക്രിസ്ത്യാനി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ക്രിസ്ത്യാനിയായിട്ടുള്ള അധ്യാപകൻ അദ്ദേഹത്തിന് അവരുടെ ബൈബിളോ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട്, ഇങ്ങനെയൊക്കെയാണ് മൂപ്പരുടെ കാര്യങ്ങൾ, ക്വാളിറ്റീസ് ഇന്നതാണ്, ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് മൂപ്പർക്ക് ഫൈനലി മനസ്സിലായി ഇതാണ് എന്ത്? അന്ത്യപ്രവാചകൻ. അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിവരങ്ങളൊക്കെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ പ്രവാചകന്മാരിലൂടെയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഷഹാദയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു തെളിവ് അവരുടെ കയ്യിൽ കൊടുത്തിട്ടും അവരെന്താ ചെയ്തത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, അവർക്ക് കാര്യം മനസ്സിലായി. പക്ഷേ ബനി ഇസ്മായിൽ നിന്നാണെന്ന് മനസ്സിലായപ്പോൾ, അറബികളുടെ ഇടയിൽ നിന്നാണെന്ന് മനസ്സിലായപ്പോൾ അല്ലെ, ഉമ്മിയായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്നാണെന്ന് മനസ്സിലായപ്പോൾ അവർക്ക് അവരുടെ അഭിമാനം കൊണ്ട്, അഹങ്കാരം കൊണ്ട് അവർക്ക് വിശ്വസിക്കേണ്ട. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ ആ തെളിവ് അവിടെ മറച്ചു വെച്ചു. അങ്ങനെ ഒരു തെളിവേ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇല്ലാന്ന് അവര് ആക്ട് ചെയ്തു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹ് കൊടുത്ത തെളിവുകളെ മറച്ചു വെക്കുന്നവനേക്കാൾ മോശപ്പെട്ടവൻ ആരുണ്ട്? അതിനേക്കാൾ അക്രമിയായവൻ ആരുണ്ട്? സുബ്ഹാനല്ലാഹ്. കാരണം അവൻ അങ്ങനെ തെളിവ് മറച്ചു വെക്കുമ്പം അവനെ മാത്രമല്ല തെളിവിൽ നിന്ന് മാറ്റി നിർത്തുന്നത്, ഒരുപാട് ആളുകളെ സത്യത്തിൽ നിന്ന് മാറ്റി നിർത്താണ് അല്ലെ. ഒരുപാട് ആളുകളുടെ മുന്നിൽ സത്യം അവര് മറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്, അത് കിട്ടിയ മറ്റുള്ളവർക്കൊക്കെ ഗുണം ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കും ദോഷമാണ്, അവർക്കും ദോഷമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അവരെ ഉപദ്രവിക്കുകയാണ്. അപ്പം ഇത് വെറും ഗുണം ചെയ്യുന്നല്ല, ഇതാണ് ഏറ്റവും വലിയ സത്യം അല്ലെ. ഇത് മാത്രമേ ഗുണം ചെയ്യൂ എന്നുള്ള ഒരു കാര്യം അവരവിടെ മറച്ചു വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവരുടെ ഗ്രന്ഥങ്ങളിൽ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും ഇത്രയും അധികം മാറ്റിത്തിരുത്തലുകൾക്ക് ശേഷം പോലും അന്ത്യപ്രവാചകൻ വരും എന്നുള്ള തെളിവുകൾ കാണിക്കുന്ന വാക്യങ്ങളുണ്ട്.
ഓക്കെ. പക്ഷെ അതൊക്കെ വായിക്കുമ്പോഴും കാണുമ്പോഴും അവര് അത് വേറെ എന്തൊക്കെയോ ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കും. അതിന് വേറെ പല രീതിയിലുള്ള വിശദീകരണങ്ങൾ കൊടുക്കും. ഇനി അവർ വേറെ ഭാഷകളിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന്റെ വാക്കുകളും മീനിങ്ങുകളും ഒക്കെ മാറ്റി തിരുത്തിയിട്ടാണ് അവർ എഴുതിയിട്ടുള്ളത്. ആണല്ലോ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്ത അറിവിനെ, ഷഹാദത്തിനെ, തെളിവിനെ കൺസീൽ ചെയ്ത് വെക്കുന്ന, ഹൈഡ് ചെയ്ത് വെക്കുന്നവനേക്കാൾ ദുൽമ ചെയ്തവൻ ആരുണ്ട്? വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അറിയാതിരിക്കുന്നേ ഇല്ല അല്ലെ. അള്ളാഹു അണവേറല്ല. അള്ളാഹു എന്താണ്? അശ്രദ്ധനീയല്ല നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച്. നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനെ കുറിച്ചും റബ്ബിനെ അറിയാം. നിങ്ങൾ നിങ്ങളുടെ ദീനും നിങ്ങളുടെ ഇൽമും നിങ്ങളുടെ അറിവും ഒക്കെ മറച്ചു വെച്ചാലും അള്ളാഹ്ക്ക് അതൊക്കെ അറിയാം. സുബ്ഹാനല്ലാഹ്. എന്താണ് നമുക്ക് ഈ ആയത്തിൽ പഠിക്കാനുള്ളത്? അറിവ് മറച്ചു വെക്കല് ഭയങ്കര വലിയ തെറ്റാണ് അല്ലെ. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല, അതായത് ശരിയായ സത്യമായ കാര്യങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ മറച്ചു വെക്കാൻ നമ്മൾ പാടില്ല. ഷഹാദത്ത്, ഇൽമ്, അള്ളാഹു സുബ്ഹാനഹു തആല ആയിട്ട് നമുക്ക് തന്ന ഇൽമുകൾ മറച്ചു വെക്കാൻ പാടില്ല. അത് നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ സംസാരം കൊണ്ടും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അപ്പം അറിവുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാന്ന് കൂടി ഉള്ളതാണ്. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അടുത്ത ആയത്ത് നോക്കാം. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അത് കഴിഞ്ഞു പോയ ഒരു ജനസമുദായം, അവരുടെ കർമ്മം അവർക്ക്, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കും, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി നിങ്ങളോട് ആരും ചോദിക്കുകയില്ല. തിൽക്ക വാക്കർത്ഥം ഇത് നമ്മൾ മുമ്പ് ഇതേ ആയത്തുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ആ വാക്കുകളൊക്കെ അറിയാവുന്നതായിരിക്കും. തിൽക്ക അത്, ഉമ്മത്തുൻ ഒരു സമുദായം, അത് നിശ്ചയമായും, ഹലത്ത് കഴിഞ്ഞുപോയി, അത് ഹലത്ത് അത് കഴിഞ്ഞുപോയി, ലഹ അതിന്, മാ കസബത്ത് അത് സമ്പാദിച്ചത്, ആ ഉമ്മത്തിന് അവർ സമ്പാദിച്ചത്, വലക്കും നിങ്ങൾക്ക്, മാ കസബത്തും നിങ്ങൾ സംസാരിച്ചത്. കസബത്ത് കസബത്തും, കസബത്ത് ഫഅലത്ത് ഫോർമാറ്റ് ആണ്, ഹിയ എന്നുള്ള സബ്ജക്റ്റ് ആണ്. കസബത്തും എന്ന് പറഞ്ഞാൽ ഫഅൽത്തും മാദിയായിട്ടുള്ള ഫഅൽത്തും ഫോർമാറ്റ് ആണ്. അൻതും ആണ് സബ്ജക്റ്റ്. വലാ തുസ്അലൂന നിങ്ങളോട് ചോദിക്കപ്പെടുന്നതല്ല, അമ്മാ കാനു യാതൊന്നിനെ പറ്റി, യഅമലൂൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുകയില്ല. തിൽക ഉമ്മത്ത് ഖദ് ഖലത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ആ ഒരു സമുദായം അത് കഴിഞ്ഞുപോയി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ അല്ലെ, ആ സമുദായം കഴിഞ്ഞുപോയി. ലഹമ കസബത്ത് അവർക്ക് അവർ ചെയ്തത്, അവർ സമ്പാദിച്ചത് കിട്ടും. വലക്കും കസബത്തും നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചതും കിട്ടും. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളവരാണ് അല്ലെ. നിങ്ങളുടെ അമലുകൾ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിന്, നിങ്ങൾ എടുക്കുന്ന പ്രയാസങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന എഫേർട്ടിനെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ എന്താണ്, അവരെ പോലെ നിങ്ങളുടെയും സമയം തീർന്നു പോകും അല്ലെ. സുബ്ഹാനല്ലാഹ്. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ തന്നെയാണ് ഉത്തരവാദികൾ. നിങ്ങളോട് അവർ ചെയ്തതിനെ പറ്റി ചോദ്യം ചെയ്യുകയേയില്ല. അവര് വന്നു, അവരെന്തൊക്കെയോ ചെയ്തു, അവര് പോയി. ഇനിയിപ്പോ നിങ്ങൾ വന്നു, നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക നിങ്ങളുടെ സമയം തീരുന്നതിന് മുമ്പ്, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും അല്ലെ. നിങ്ങളുടെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. കാരണം ഈ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് നീളമൊന്നും ഈ ലൈഫിന് ഇല്ല. അപ്പം നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിബാത്ത് അല്ലാഹ്, എന്ത് കളറാണ് നമ്മൾ എടുക്കേണ്ടത്? അള്ളാഹുവിന്റെ കളർ അല്ലെ. അപ്പൊ ഒരാൾക്ക് സിബാത്ത് അല്ലാഹ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അയാളുടെ മേലെ ഒബ്വിയസ് ആയിരിക്കും, ശരിക്കും കാണാൻ പറ്റും, അയാൾക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റൂല അല്ലെ. അപ്പം അള്ളാഹുവിന്റെ കളർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ഒരാള് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറൂല, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കൂല, ചിന്തിക്കൂല അല്ലെ. അപ്പോൾ നമ്മൾ പരസ്പരം ശപിക്കുക, കുറ്റം പറയുക, മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് പറയുക അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ ചിന്തകളെ നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ ചെവികളെ നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ കണ്ണുകളെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പം സിബാത്ത് അല്ലാഹ് അതെടുക്കുക, അതാണ് എന്താണ് സക്സസ്ഫുൾ ആകാനുള്ള വഴി. സുബ്ഹാനല്ലാഹ്. അപ്പം
ഒന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാഹു എത്ര ടാക്ടിക്കലി, എത്ര എന്താ പറയാ, ബുദ്ധിപൂർവ്വമാണ് ഈ ആയത്ത് ശരിക്കും ഒന്നാം ജുസിന്റെ അവസാനമുള്ള ആയത്തായിട്ട് കൊടുത്തിട്ടുണ്ട്, സിബാത്തല്ല. കാരണം നമ്മൾ ശരിയായ ദീൻ പഠിച്ചു തുടങ്ങുമ്പം ആദ്യം തന്നെ സുബ്ഹാനല്ലാഹ് നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിങ്ങനെ അത് പുറത്തേക്ക് നമ്മുടെ കളറ് കാണിക്കാൻ, നമ്മളുടെ ദീൻ കാണിക്കാൻ, അല്ലെ, ഒരിത്തിരി ഒരു പിടുത്തം ഉണ്ടാവും കാണിക്കാൻ ആൾക്കാരെ കുറിച്ച്. ആൾക്കാരെന്ത് വിചാരിക്കും, ഓ ഞാൻ ഭയങ്കര സംഭവമായി എന്ന് വിചാരിക്കും, അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾക്ക് ആകെ കൂടെ ഇടങ്ങേറായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ജുസറിന്റെ അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയുടെ സ്റ്റാർട്ടിങ് മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്, അള്ളാഹു നമ്മളെ കൺവിൻസ് ചെയ്യാണ്, അല്ലെ, നല്ല രീതിയിൽ നമ്മുടെ ദീനിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി നമ്മുടെ ഹൃദയങ്ങൾക്കൊക്കെ ഒരു ഉറപ്പ് തന്ന്, അല്ലെ, നമ്മുടെ ഹൃദയങ്ങളെ സ്ട്രോങ് ആക്കി. ആ സ്ട്രോങ് ആക്കാൻ വേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, കാരണം നമ്മളൊക്കെ പലപ്പോഴും പതറിപ്പോകുന്ന നമ്മളുടെ ദുന്യവിയായിട്ടുള്ള പരീക്ഷണങ്ങളുടെ കാര്യങ്ങൾ, അതൊക്കെ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി, അതിനൊക്കെ എങ്ങനെ എടുക്കണം എന്ന് മനസ്സിലാക്കി, അല്ലെ. അങ്ങനെ നമ്മുടെ ഹൃദയത്തിന്റെ മെല്ലെ ഇങ്ങനെ ഒരു മാവ് കുഴയ്ക്കുന്നത് പോലെ നീഡ് ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് ഇട്ടിട്ട് ഹൃദയത്തിനെ സ്ട്രോങ് ആക്കിയിട്ട് നമ്മളെ ദീനിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പാകപ്പെടുത്തിക്കൊണ്ടുവരികയാണ് ഈ ഇത്രയും, അല്ലെ, 140 ആയത്തുകളിലൂടെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇപ്പൊ അല്ല പറയാണ്, നിങ്ങൾ അൺകവർ ചെയ്യും, നിങ്ങൾ കാണിക്കേ, നിങ്ങൾ ആ കോൺഫിഡൻസ് കാണിക്കേ ലോകത്തിനോട്. സുബ്ഹാനല്ലാഹ്, സിബാത്തല്ലാഹ്, അള്ളാന്റെ കളർ നിങ്ങൾ എടുക്കുക. ഈ ആയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആകെ പതറിപ്പോയേനെ, അല്ലെ. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ പെട്ട് വിഷമിച്ച് കിടക്കുന്ന ഒരു സമയമായിരുന്നു അത് തുടങ്ങിയ സമയത്ത്, അല്ലെ. നമുക്ക് നമ്മുടെ കളറൊന്നും കാണിക്കാനുള്ള ധൈര്യം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് റബ്ബിന്റെ ദീൻ നമ്മളെ നല്ല ഭംഗിയായിട്ട് ഓരോ ആയത്തുകളിലൂടെയും പറഞ്ഞു പഠിപ്പിച്ച് നമ്മളെ ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ എങ്ങനെ നേരിടണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചിട്ട് അള്ളാഹ് പറയണം, നിങ്ങൾ ഇനി നിങ്ങളുടെ കോൺഫിഡൻസ് അങ്ങോട്ട് കാണിക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി അള്ളാഹു സ്ലോ ആയിട്ട് നമ്മുടെ അമലിയാത്തുകളെ പുറത്തേക്ക് കൊണ്ടുവരും, ഇബാദത്തുകൾ. ഇനിയുള്ള ആയത്തുകൾ നമുക്കറിയാം, അല്ലെ, ഒരുപാട് ഇബാദത്തുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു. കാരണം നമ്മുടെ ഹൃദയം സ്ട്രോങ് ആയി, നമ്മുടെ ഹൃദയം കൺവിൻസ്ഡ് ആയി. ഇനി ഇങ്ങനെ മെല്ലെ 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 അള്ളാഹു നമ്മളെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ്. പലരും ഇബാദത്തുകളുടെ കാര്യങ്ങൾ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്, ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇബാദത്തിൽ കൺസിസ്റ്റന്റ് അല്ല, ശ്രദ്ധയില്ല, അങ്ങനെയൊക്കെ. ഇത് അള്ളാഹിന്റെ ഒരു സ്റ്റൈലാണ്. ഇനി നമുക്കത് ഈസി ആവും. അള്ളാഹു നമ്മൾ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ആരും അങ്ങനെയുള്ള മെസ്സേജസ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, പലപ്പോഴും റിപ്ലൈ തരാത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഉത്തരം നമുക്ക് കിട്ടാനുണ്ട്. ഒരുപക്ഷെ എനിക്ക് പോലും വെച്ചാൽ എനിക്കൊന്നും അറിയില്ല കേട്ടോ, എനിക്ക് അപ്പോൾ പറഞ്ഞു തരാൻ പറ്റാത്ത ഉത്തരങ്ങളാണ് പലപ്പോഴും പറയാതിരിക്കാറ്. പക്ഷെ അൽഹംദുലില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അതിലേക്ക് എത്തിക്കാറുണ്ട്, അതിനുള്ള ഉത്തരങ്ങൾ തരാറുണ്ട്. ചിലതൊക്കെ എന്ത് മറുപടി കൊടുക്കുമെന്ന് വെച്ച് മാറ്റി വെച്ചതുണ്ട്. ശരിക്കും ഇബാദത്തുകളുടെ കാര്യമൊക്കെ പറയുമ്പം ഇത്രയും, അത് നിങ്ങൾ ആദ്യം മുതൽ ഇത്രയുമുള്ള ആയത്തുകൾ ശരിയായ രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ബുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കലാം അള്ളാഹു ആദ്യം തന്നെ റിവ്യൂ ചെയ്ത ലാ റൈബ ഫി, സംശയമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അള്ളാഹിന്റെ റിവ്യൂ കിട്ടിയ ഈ ബുക്ക്, സുബ്ഹാനല്ലാഹ്, ഇതിൽ നിങ്ങൾ തുടക്കം മുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നിങ്ങളുടെ ഹൃദയം പാകപ്പെട്ടിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഏത് ഇബാദത്തിന് വേണ്ടിയിട്ടും പാകപ്പെട്ടിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പറ്റും തുടക്കം മുതൽ ഇതുവരെയുള്ള ആളുകളാണെങ്കിൽ. അപ്പം അങ്ങനെ കംപ്ലൈന്റ് ചെയ്ത എല്ലാവരും ഇത് ചെയ്യുക. ആദ്യം മുതൽ ഇത്രയും വരെ ശരിക്കും ശ്രദ്ധിച്ച് അതിന്റെ ഓരോ ആയത്തുകളുടെയും കൂടെ ഹൃദയം കൊടുത്ത് ഇഖ്ലാസോട് കൂടി പ്യോറസ്റ്റ് ആയിട്ടുള്ള ഹൃദയത്തോടു കൂടി മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, നീയത്തോടു കൂടി, ദുആയോട് കൂടി ഇത്രയും ആയത്തുകളിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് മെല്ലെ മെല്ലെ കിട്ടും. ഇതിപ്പോ ഒരു ജുസേ കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെ, ഇനി എത്ര കിടക്കുന്നുണ്ട്, 29 ജുസ ബാക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹിന്റെ ടാക്ടിക്സ് ആണത്. ഈ സിബാത്തുള്ള എന്നുള്ള ഈ ഒരു ആയത്ത് നിങ്ങൾ കളർ എടുക്കുക എന്നുള്ള ഒരു ആയത്ത് ഇപ്പൊ പ്ലേസ് ചെയ്തത് സുബ്ഹാനല്ലാഹ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോഴാണ് നമ്മൾ അതിന് പാകമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിലുള്ളവർ കേട്ടിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുമ്പോഴും നമ്മൾ വിചാരിക്കുക നമുക്ക് ദുആ ചെയ്യാം. കാരണം അള്ളാഹ്ക്ക് പറ്റും, അവർക്ക് അതിനുള്ള പാകം അവർക്ക് ആദ്യം ആക്കി കൊണ്ടുവരണം, എന്നിട്ട് അവരെ കേൾപ്പിക്കണം, അല്ലെ. അപ്പോഴാണ് അവർക്ക് ആ മാറ്റം വരിക. അപ്പൊ റബ്ബിന് അത് പറ്റും. നമുക്കറിയില്ല അവർക്ക് എപ്പോഴാ ഭാഗം വരുന്നത്, അവരുടെ ഹൃദയത്തിൽ എന്താ ഉള്ളത്, അവരെന്തൊക്കെയാ കടന്നു പോകണമെന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ കണ്ണിന് മുമ്പിലുള്ളത് പോലും നമുക്ക് അറിയൂല. അപ്പം ദുആ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇത് കിട്ടിയ നമ്മൾ ഇതിനെ ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്യുക റബ്ബിന്റെ തൗഫീഖോട് കൂടി. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ. അപ്പം അള്ളാഹുവിന്റെ കളറിനേക്കാൾ ബെറ്റർ ആയിട്ട് കളർ തരാൻ പറ്റിയത് ആരുണ്ട്? അപ്പം ആ കളറാണ് എന്ത്, വിജയത്തിന്റെ കളറ്.
വിജയത്തിന്റെ ദീന്, വിജയത്തിന്റെ വഴി, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വഴി. എന്നാൽ ഈ ഒരു വഴിയോ പ്രയാസങ്ങളിലൂടെ മാത്രമേ വരുള്ളൂ. ഈസി ആയിട്ട് അത് അങ്ങോട്ട് എടുക്കാനേ പറ്റൂല. സുബ്ഹാനല്ലാഹ് അല്ലേ? നല്ല പ്രയാസമാണ്. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ഈ ഒരു യാത്ര ഏകദേശം ഒരു 1.5 കൊല്ലമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. കുറെ ബ്രേക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ഒരുപാട് പ്രയാസങ്ങളിലൂടെ തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത്. അതായത് വെറുതെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കേൾക്കുക, നോട്ട് എഴുതുക, എക്സാം എഴുതുക അല്ലെ. എക്സാം എഴുതുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടാവും. എന്നിട്ട് അതിനകത്ത് കൺസിസ്റ്റന്റ് ആയിരിക്കുക. ആ പ്രയാസങ്ങളൊക്കെ സുബ്ഹാനല്ലാഹ് ഒരു വഴിക്കുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഇത് തുടങ്ങിയപ്പോൾ മുതൽ ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വന്നിട്ടുണ്ടാവണം. അപ്പം അതിനോടൊക്കെ ഫൈറ്റ് ചെയ്ത്, ഒരുപാട് പ്രയാസങ്ങളോടൊക്കെ ഫൈറ്റ് ചെയ്ത് ഈ ഒരു ഒന്നാമത്തെ ജുസിന്റെ അവസാനം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ സിബാത്ത് അല്ലാഹ്, അതിനുള്ള യോഗ്യതയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എത്തിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല കണക്കില്ലാത്ത പ്രതിഫലം എനിക്കും നിങ്ങൾക്കും ഈ യാത്രയുള്ള എല്ലാവർക്കും അള്ളാഹു തരട്ടെ. അള്ളാഹു നമ്മളെ ഈ ഒരു അവസ്ഥയിൽ നിലനിർത്തട്ടെ. അള്ളാഹു എന്നും അവസാനം വരെ നിലനിർത്തട്ടെ. സ്റ്റെപ്പ് ഫാസ്റ്റ് ആയിട്ട്, ഫേം ആയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ. പലതും വരും, പല പരീക്ഷണങ്ങളും വരും ജീവിതത്തിൽ. അതൊന്നും നമ്മളെ ഇതിൽ നിന്ന് കാരണം നമ്മളെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമ്മൾ ജീവിക്കേണ്ടത് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലെ, ഖുർആനിൽ നിന്ന് മാറിയിട്ട് പിന്നെ നമുക്ക് എന്ത് തിരക്കാ ജീവിതത്തിലുള്ളത്? കാരണം ആ തിരക്കുകളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മളെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ തിരക്കിന്റെ പേരിൽ ഇതിൽ നിന്ന് വിട്ടു പോവാതിരിക്കാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. അങ്ങനെ ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരിക്കൽ സൂറത്ത് നാസ് നമുക്ക് ഇതുപോലെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള തൗഫീഖ്. എന്നിട്ട് ഇതേപോലെ സന്തോഷവും കണ്ണീരും, കാരണം നമുക്കൊരു ജ്യൂസ് കഴിഞ്ഞു പോയ സങ്കടവും ഉണ്ട്. ഇതിലെ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയിരുന്നു സുബ്ഹാനല്ലാഹ് ഈ ഒരു ജ്യൂസിനോട്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മൾ ആളുകളുമായുള്ള ഇടപെടലുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇതിലെ. കാരണം ഇത്രയും എനിക്ക് തോന്നില്ല വേറെ ഒരു, ഇനി അങ്ങോട്ടുള്ള സുബ്ഹാനല്ലാഹ് എല്ലാം നമ്മളെ മാറ്റങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മള് വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ട് ഇത്രയും ഒരു സോഫ്റ്റ് ആക്കിയ, പാകപ്പെടുത്തിയ ഒരു ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എത്തിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇതുവരെ. അൽഹംദുലില്ലാഹ്. സന്തോഷവും സങ്കടവും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ ഒരിക്കലും സൂറത്ത് നാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. കാരണം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര, എന്താ പറയാ, ടഫ് തന്നെയായിരുന്നു. എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ടഫായിരുന്നു. പല സിറ്റുവേഷൻസ് ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് കണ്ടിന്യൂ ചെയ്യാനുള്ള എളുപ്പം റബ്ബ് തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഇനി ഇതിനെ തുടരാനുള്ള എളുപ്പം റബ്ബ് തരട്ടെ. റബ്ബേ, നിന്റെ ഈ ഗ്രന്ഥം, സുബ്ഹാനല്ലാഹ്, നിന്റെ ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് ആഴങ്ങളും പരപ്പുകളും ഉള്ള ഗ്രന്ഥമാണ്. അതിൽ നിന്നെല്ലാം മുത്തുകളും പവിഴങ്ങളും പെറുക്കിയെടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് താ. ഈ ഒരു ജുസ് തന്നെ ഞങ്ങൾ ജസ്റ്റ് മേലെ കൂടെ പോയിട്ടുള്ളൂ റബ്ബേ. ഇനിയും ഒരുപാടുണ്ട് ഇതിനകത്ത്. അതിലേക്ക് ഇറക്കാനും അത് ഓരോന്നും പെറുക്കിയെടുക്കാനും അതിന്റെ ഗുണം ഞങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ഉണ്ടാക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. ഞങ്ങൾ എടുക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു എഫേർട്ടുകളും ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരിമാര് തുടക്കം മുതൽ, പേരെടുത്തിപ്പോ പറയുന്നില്ല റബ്ബേ, ഒരുപാട് സഹോദരിമാര് പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും നീ കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കണേ റബ്ബേ. നീ സ്വീകരിക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളെ ഇതില് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് റഹ്മാനായ റബ്ബേ, അലീമായ റബ്ബേ, ഞങ്ങളുടെ ഈ ഇൽമുകളെല്ലാം അമലുകളിലേക്ക് മാറ്റാനുള്ള തൗഫീഖ് നീ തരണേ റബ്ബേ. ഒരു സൈഡിൽ നിന്ന് കേട്ട് മറു സൈഡിൽ നിന്ന് വിട്ടുപോവാത്ത, ഞങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള തൗഫീഖ് നീ താ റബ്ബേ. ഞങ്ങൾക്ക് മിസ്റ്റേക്ക് വരുമ്പോൾ, ഞങ്ങൾ തെറ്റിപ്പോകുമ്പോൾ, ഞങ്ങൾക്ക് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ തൗബ ചെയ്യാനുള്ള തൗഫീഖ് നീ താ റബ്ബേ. കാരണം തൗബ ചെയ്യാനുള്ള ചിന്ത പോലും നീ തരണം റബ്ബേ. അല്ലാതെ നമുക്ക് ഉണ്ടാവൂല റബ്ബേ. അങ്ങനെ ഞങ്ങളുടെ ഈ ദീൻ ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള എളുപ്പം നീ താ. ഭംഗിയായിട്ടുള്ള ദാവ എല്ലാ തലങ്ങളിലും, അതായത് ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ചുറ്റുപാടുകളിലും ആ മുസ്ലിം സമൂഹങ്ങളിലേക്കും അടുത്ത ജനറേഷനിലേക്കും ഇത് എത്തിക്കാനുള്ള തൗഫീഖ് നീ താ റബ്ബേ. കാരണം നീ ചെറിയൊരു കാര്യമൊന്നുമല്ല ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇതുവരെ. അപ്പൊ അതിന്റെ ഗുണം എല്ലാ അർത്ഥത്തിലും എല്ലാവരിലേക്കും എത്തിക്കാനുള്ള എളുപ്പം. കാരണം ഞങ്ങൾക്ക് അറിയൂല ഇതെങ്ങനെയാ ആളുകളിലേക്ക് എത്തിക്കാന്ന്. ഞങ്ങൾക്ക് അതിന്റെ വഴികൾ അറിയൂല. നീ തുറന്നു താ റബ്ബേ, എങ്ങനെ ഇത് ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കണം റബ്ബേ. ഈ ഖുർആനിന്റെ പേരിലുള്ള, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ഓതുന്ന, ഖുർആൻ മനസ്സിലാക്കുന്ന, ഖുർആൻ ജീവിതത്തിലേക്ക് പകർത്തുന്ന, ഖുർആനിൽ നിന്നുള്ള പാഠങ്ങൾ പല രീതിയിൽ ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ റബ്ബേ, ഞങ്ങളുടെ എല്ലാ സഹോദരിമാരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ മക്കളെയും അവരുടെ അടുത്ത തലമുറകളെയും നീ എല്ലാ രീതിയിലും റഹ്മത്തും ബർക്കത്തും ആഫിയത്തും
എൽമും അമലും ഒക്കെ കൊടുത്ത് നീ അനുഗ്രഹിക്കുക റബ്ബേ. അവർക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും മാതാപിതാക്കൾക്കും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കി താ റബ്ബേ. ഞങ്ങളുടെ സ്നേഹത്തിന്റെ പേരിൽ ഒരു ഒത്തുചേരൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന റബ്ബേ, അതിനെല്ലാ രീതിയിലും നീ എല്ലാ രീതിയിലും എളുപ്പവും ബർക്കത്തും താ റബ്ബേ. അത് നിന്റെ അടുക്കൽ കബൂലാക്കപ്പെടുന്ന ഒരു അമലായ റബ്ബേ നീ സ്വീകരിക്കും. ഞങ്ങളുടെ ആഖിബത്ത് ഏറ്റവും ഉത്തമമാക്കാനുള്ള തൗഫീഖ് താ റബ്ബേ. ഞങ്ങളുടെ ഖബർ ജീവിതം ഏറ്റവും ഉത്തമമാക്കി താ റബ്ബേ. ഖബറിലെ താങ്ങാനാവാത്ത ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണം. ഞങ്ങളുടെ പരലോകം, ഞങ്ങളുടെ മഹ്ശറ നീ ചോദ്യം ചെയ്യുന്ന ആ ദിവസം ഏറ്റവും എളുപ്പത്തിൽ കടന്നു പോകാനുള്ള യാതൊരു ചോദ്യവും കൂടാതെ തൗഹീദിന്റെ ഏറ്റവും പീക്കിലുള്ള ആളുകളായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഏറ്റവും ബെസ്റ്റ് തൗഹീദുള്ള ആളുകളായിട്ട് ഞങ്ങളെ നീ കാണുകയും ചോദ്യം സ്കിപ്പ് ചെയ്തിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യുന്ന ആൾക്കാരായിട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം. നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സഹോദരിമാരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ മക്കളെയും ഇനി വരുന്ന തലമുറകളെയും നീ കാത്തു രക്ഷിക്കണം. ജന്നാത്തുൽ ഫിർദൗസിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് തന്നെ ഞങ്ങളെ ഉയർത്തറബേ. ഞങ്ങളുടെ എല്ലാ സഹോദരിമാരെയും ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ കൈപിടിച്ച് ചേർത്ത് ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നീ തറബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾക്ക് അവരൊക്കെ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കറബേ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആയുസ്സും ആഫിയത്തും അമലും കൊടുക്കറബേ. അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി കൊടുക്കറബേ. അവർക്ക് നീ ഹിദായത്ത് കൊടുക്കറബേ. ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ വരുന്ന തലമുറകൾക്കും നീ ഹിദായത്ത് കൊടുക്കറബേ. ഈ സമൂഹം, ഈ ലോകം വല്ലാതൊരു ടെംപ്റ്റേഷനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. തെറ്റുകൾ മാത്രമേ ചുറ്റുപാടുള്ളൂ. ഞങ്ങളുടെ മക്കൾ ഒരുപാട് ടെംപ്റ്റേഷൻസിൽ അകപ്പെട്ടിരിക്കാറുണ്ട്. അവർക്കൊക്കെ നീ ഹിദായത്തിന്റെ വെളിച്ചം അർഹമായ രീതിയിൽ ശരിയായ സമയത്ത് നീ എത്തിക്കാറുണ്ട്. ഈ ലോകത്ത് നീ ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കാറുണ്ട്. യുദ്ധങ്ങളും ഉരുൾപൊട്ടലുകളും ഭൂമികുലുക്കങ്ങളും രോഗങ്ങളും. അടച്ചനെ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല റബ്ബേ. എല്ലാം നിന്റെ കൺട്രോളിലാണ് റബ്ബേ. നീ എളുപ്പം കൊടുക്ക റബ്ബേ. ഓരോ പ്രശ്നങ്ങൾ വരുമ്പം അതിൽ നിന്ന് അർഹിക്കുന്നത് ഇഹത്തിൽ നിന്നും പരത്തിൽ നിന്നും, അതുകൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്നത് നേടാനുള്ള തൗഫീക്ക് നീ ഇതാ റബ്ബേ. അതിൽ ക്ഷമയാണ് കാണിക്കേണ്ടത്, ക്ഷമയുടെ പ്രതിഫലം. പാപമോചനാണെങ്കിൽ അതിന്റെ പ്രതിഫലം, ദറജ ഉയർത്തലാണെങ്കിൽ അതിന്റെ പ്രതിഫലം, ഇനി നിന്നോട് കൂടുതൽ അടുക്കലാണെങ്കിൽ അതിന്റെ പ്രതിഫലം. ഇതൊന്നും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലും ഈ ലോകത്തിലും വരുന്ന പരീക്ഷ നേടാനുള്ള തൗഫീക്ക് റബ്ബേ ഞങ്ങൾക്ക് താ റബ്ബേ. നിന്റെ ദീനൽ ഇസ്ലാമിനെ നീ സംരക്ഷിക്കും റബ്ബേ. ഞങ്ങളെ കൊണ്ട് പറ്റൂല റബ്ബേ. അത്രയ്ക്കാണ് ലോകത്തിൽ നിന്ന് നടക്കുന്നത് റബ്ബേ. നീ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് സംരക്ഷിച്ച് ഞങ്ങൾക്ക് അതിനെ ഭംഗിയാക്കി താ റബ്ബേ. ഒരുപാട് പ്രയാസങ്ങളാണ് ഇന്നത്തെ കാലത്ത് നമ്മളെ ദീനിൽ ഞങ്ങൾക്ക് ജീവിച്ചു പോവാൻ. ചൂടുള്ള കരിക്കട്ട പിടിക്കുന്നതിനേക്കാളും പ്രയാസമായി മാറിക്കൊണ്ടിരിക്കുക റബ്ബേ. ഓരോ ദിവസവും തള്ളി നീക്കാൻ ദീനിൽ നീ എളുപ്പാക്കി താ റബ്ബേ. ആമീൻ ആമീൻ ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.